ചേച്ചിയാണുള്ളത്. ചേച്ചിയുടെ കല്യാണം ഈ ഇടയ്ക്ക് കഴിഞ്ഞതേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അവർക്ക് ഇനിയും ഒരു കുട്ടിയുണ്ട്, അവളെ ഒരു നല്ല നിലയിൽ അയച്ചു സ്വർണം വേണം എന്നൊരു നിലയിൽ അത്രയും സ്വർണം കൊടുത്ത് വാങ്ങിക്കാൻ പറ്റിയൊരു അത്രയും സാഹചര്യം ഇല്ല ഞങ്ങളുടെ വീട്ടിൽ. അപ്പോൾ സ്വർണമെന്ന് പറയണത് ഒരിക്കലും സ്വർണത്തിൻ്റെ വില സത്യം പറ്റാത്ത. ഇപ്പൊ നമ്മൾ സ്വർണ്ണവില സർവ്വകാല റെക്കോർഡിൽ എത്തിയിരിക്കുകയാണ്. 1 ലക്ഷം രൂപ കടന്ന് ഇപ്പോൾ 1,16,600 രൂപയിൽ എത്തി നിൽക്കുകയാണ്. എന്താണ് വിദ്യാർത്ഥികൾക്ക് അതുപോലെ തന്നെ പെൺകുട്ടികൾക്കൊക്കെ പ്രതികരിക്കാനുള്ളത് നമുക്ക് നോക്കാം. ഒരു മിനിറ്റ്. എടാ, സ്വർണ്ണവില 1 ലക്ഷം രൂപ കടന്നിട്ടുണ്ട്. നിങ്ങൾ സ്വർണ്ണം ഉപയോഗിക്കുന്ന ആൾക്കാരാണോ? ആണ്. അപ്പോൾ ഇതിനോടുള്ള എന്താ പ്രതികരണം? 1 ലക്ഷം രൂപ കഴിഞ്ഞു, അതായത് പവന് 1 ലക്ഷം രൂപയായി. പറഞ്ഞു, കുഴപ്പമില്ല. ഇനിയുള്ള ജനറേഷന് ഒരിക്കലും സ്വർണത്തിനോട്, അതായത് ഞങ്ങളൊക്കെ സ്വർണത്തിനോട് ഒരിക്കലും താല്പര്യം ഇല്ലാത്തവരാണ്. ഇപ്പം എനിക്കും സ്വർണത്തിനോട് വലിയ താല്പര്യമില്ല. ഇനിയുള്ള ജനറേഷന് അങ്ങനെയായിരിക്കും. അപ്പോൾ സ്വർണം കൂടിയാലും ആർക്കും ഇപ്പോൾ സ്വർണത്തിനോട് വലിയ താല്പര്യമില്ലെന്നാണ് എൻ്റെ ഒപ്പീനിയൻ. ഇയാളുടെ അഭിപ്രായം എന്താ? അത് തന്നെയാണ് എൻ്റെ അഭിപ്രായം. പക്ഷേ സ്വർണ്ണം നമുക്ക് എപ്പോഴും വാങ്ങിച്ചു വെച്ചാൽ നമുക്ക് എപ്പോഴും ഉപയോഗമുള്ളൊരു സാധനം, നമുക്കൊരു അസറ്റാണ് എപ്പോഴും. അപ്പോൾ ഇപ്പോൾ 1 ലക്ഷം രൂപയാണ് കഴിഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്താ, ഒരിക്കലും നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റൂല. ഇത്രയും വലിയ വില കൊടുത്തൊരു സാധനം വാങ്ങിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു റിയാലിറ്റി നമുക്കൊരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തതാണ്. ബുദ്ധിമുട്ട്. ഇപ്പോൾ ഈ സംഭവത്തെ കുറിച്ചൊക്കെ വീട്ടുകാരുടെ ഇടയിൽ ചർച്ച ഉണ്ടാവൂല. എന്തായാലും ഇപ്പോൾ ഇങ്ങനെ ഒരുപാട് കൂടി ഒരു സമയം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ ഒരു കൊല്ലം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ടുള്ളൊരു വർധന ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ വീട്ടുകാരെന്താ പറയുന്നത് അതുമായി ബന്ധപ്പെട്ട്? അവർക്കൊരിക്കലും അക്സെപ്റ്റ് ചെയ്യുന്നില്ല. കാരണം എനിക്കൊരു ചേച്ചിയാണുള്ളത്. ചേച്ചിയുടെ കല്യാണം ഈ ഇടയ്ക്ക് കഴിഞ്ഞതേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അവർക്ക് ഇനിയും ഒരു കുട്ടിയുണ്ട്, അവളെ ഒരു നല്ല നിലയിൽ അയച്ചു സ്വർണം വേണം എന്നൊരു നിലയിൽ അത്രയും സ്വർണം കൊടുത്ത് വാങ്ങിക്കാൻ പറ്റിയൊരു അത്രയും സാഹചര്യം ഇല്ല ഞങ്ങളുടെ വീട്ടിൽ. അപ്പോൾ സ്വർണമെന്ന് പറയണത് ഒരിക്കലും സ്വർണത്തിൻ്റെ വില സത്യം പറ്റാത്ത. ഇപ്പം നമ്മൾ പുതുതലമുറയ്ക്ക് ആണെന്നുണ്ടെങ്കിലും പഴയ തലമുറയ്ക്ക് ഇപ്പോഴും സ്വർണം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സംഭവമാണ്. കല്യാണത്തിന് സ്വർണ്ണം ഇല്ലെങ്കിൽ അത് എന്താണെന്ന് ചോദിക്കുന്ന ഒരു കാലം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അങ്ങനത്തെ കുറേ ആൾക്കാർ ഇപ്പോഴും ഉണ്ട്. അപ്പോൾ ആ ഒരു സമയത്താണ് സ്വർണ്ണവില ഇത്രയും കൂടി നിൽക്കുന്നത്. അതിലെന്താ പറയാനുള്ളത്? പറഞ്ഞോ. ഇപ്പൊ വീട്ടിൽ അച്ഛൻ്റെ അമ്മേൻ്റെ ഒക്കെ പ്രതികരണം എന്തായിരിക്കും? ഇങ്ങനെ കൂടുന്നതിലും അവർക്ക് ടെൻഷനാണൊക്കെ ഉള്ളത്. എന്ന് വെച്ചാൽ അവർ ചിന്തിക്കുന്നതെന്ന് പറയുമ്പം ഇനി ഒരു കൊച്ചുകൊണ്ട് കല്യാണം കഴിപ്പിക്കുമ്പോൾ എന്ത് ചെയ്യും, കടം വാങ്ങണോ, ലോൺ എടുക്കണം, അങ്ങനെയൊക്കെയാണ് അവർ ചിന്തിക്കുന്നത്. പക്ഷേ നമുക്കങ്ങനെയല്ല. എല്ലാവർക്കും ടെൻഷനാണ്. ഇങ്ങനെ ഇപ്പോൾ എല്ലാവരുടെയും ഒരു മനസ്സിൽ എന്ന് പറഞ്ഞാൽ പെൺകുട്ടികളെ കെട്ടിച്ചു വിടുമ്പോൾ സ്വർണം കൊടുത്ത് കെട്ടിച്ചു വിടണം, അങ്ങനെയാണല്ലോ. അപ്പോൾ അതിൻ്റെ പേരിൽ എല്ലാവർക്കും ഭയങ്കര ടെൻഷനും കാര്യങ്ങളൊക്കെയാണ്. പക്ഷെ എനിക്ക് പിന്നെ സ്വർണത്തിനോട് താല്പര്യമൊന്നും അധികം ഇല്ലാത്തതുകൊണ്ട് അതിനെപ്പറ്റി പ്രത്യേകിച്ചൊന്നും പറയാനില്ല. ഇപ്പോൾ വീട്ടിൽ ഇഷ്ടപ്പാടായിരിക്കും. പാവപ്പെട്ടവർക്കൊന്നും വാങ്ങാൻ പറ്റത്തില്ല. അപ്പോൾ പാവപ്പെട്ട പെൺകുട്ടികൾ ഇപ്പോൾ കല്യാണം കഴിക്കണമെങ്കിലും അതിന് പറ്റത്തില്ല. അങ്ങനെയുള്ള കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അപ്പം നമുക്ക് സ്വർണം നമ്മളിപ്പോൾ ഈ കല്യാണത്തിന് മാത്രമല്ല ഒരു അസെറ്റായിട്ട് കൂടെ സൂക്ഷിക്കാറുണ്ട്, ഒരു സമ്പാദ്യമായിട്ട് സൂക്ഷിക്കാറുണ്ടല്ലോ. അപ്പോൾ നമ്മളൊക്കെ വലുതായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊരു സമ്പാദ്യം കൂടിയാണ്. അതിപ്പോൾ വാങ്ങി വെച്ചാലും അതെ, നമുക്കിപ്പോൾ കല്യാണത്തിന് തന്നാലും അതൊക്കെ ഒരു സമ്പാദ്യമാണ്. പക്ഷേ ഈ ഒരു സാഹചര്യത്തിൽ നമുക്കതിനൊന്നും പറ്റില്ല. സാധാരണക്കാർക്ക് അത് മീറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായി. അപ്പോൾ അതിനോടുള്ളൊരു സംഭവം അതാ ഞാൻ പറഞ്ഞത്, പാവപ്പെട്ടവർക്ക് ഇത് ഭയങ്കര ഒരു തിരിച്ചടി തന്നെയായിരിക്കും. കാരണം പണ്ടത്തെക്കാട്ടിലും ഇപ്പോൾ എല്ലാവരും സ്വർണത്തിൻ്റെ പുറകെ ഓടുക, ഇപ്പോൾ സ്ത്രീധനം അങ്ങനെയുള്ള കാര്യങ്ങൾക്ക്. അപ്പോൾ പാവപ്പെട്ടവർക്ക് ഇത് അഫോർഡ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പം ഇതിനോട് ഒട്ടും യോജിപ്പില്ല. പിന്നെ ഇത് അസറ്റായിട്ട് വാങ്ങിക്കാൻ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു, അതായത് ഭാവിയിൽ വലുതാവുമ്പോൾ സ്വർണം മേടിച്ച് വെക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു, ഒരു സമ്പാദ്യം. അതൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ വീട്ടുകാർക്കാണെങ്കിൽ അങ്ങനെ കുറച്ച് കൂട്ടി വെക്കണമെന്ന് ഭയങ്കര ഇതായിരുന്നു. ഇപ്പോൾ വില കൂടിയത് ഇപ്പോൾ പ്രൈസ് ഭയങ്കരമായിട്ട് ഹൈക്കായി. ഇപ്പോൾ 1 lakh ക്രോസ് ചെയ്തു. അതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ട് തന്നെയാണ്.